വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം പ്രിയ മാറ്റുലി ശ്രോതാക്കളെ, വൈദ്യപഥത്തിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെയാണ് ആയുർവേദവും പരിസ്ഥിതി ദിനവും ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനോടിണങ്ങി ജീവിക്കുക എന്ന ആയുർവേദ സന്ദേശം തന്നെയാണ് ലോക പരിസ്ഥിതി ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, പരിസ്ഥിതി സംരക്ഷണം എന്നാൽ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം കൂടിയാണത്. നമ്മുടെ പരിസ്ഥിതി കരുതിവെക്കാം വരും തലമുറയ്ക്കായി. ഒപ്പമുണ്ട് ആയുർവേദം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് വൈദ്യപഥത്തിലൂടെ സംസാരിക്കുന്നത് കൽപ്പറ്റ റിലീഫ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ OV സുഷ. നമ്മുടെ പരിസ്ഥിതിയെ പരിപാലിക്കേണ്ട ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം വീണ്ടും എത്തിയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവെന്നറിയപ്പെടുന്ന റേച്ചൽ ലൂയിസ് കാഴ്സൺ, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ നയിച്ച മേധാ പട്കർ എന്നീ സ്ത്രീരത്നങ്ങളെ ഇത്തരുണത്തിൽ ഓർക്കാതെ വയ്യ. ലോകം നേരിടുന്ന ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് നടുവിൽ അന്താളിച്ച് നിൽക്കാതെ നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ മിനിയേച്ചർ ഭാവങ്ങളാണ് എന്ന വസ്തുത മനസ്സിലാക്കി അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട സമയമായി. പഞ്ചമഹാഭൂത സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ, പ്രകൃതിയോടിണങ്ങിയ, അത്രമേൽ ഇഴയടുപ്പമുള്ള ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് ഈ അവസരത്തിൽ വിട്ടുനിൽക്കാനാവില്ല. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ആരോഗ്യ വിഷയത്തിൽ അത്രമേൽ കരുതലുള്ള സജീവമായ ആരോഗ്യശാസ്ത്രം. പ്രപഞ്ചമാകുന്ന പരീക്ഷണശാലയിൽ നിന്നുരുത്തിരിഞ്ഞ നിരീക്ഷണങ്ങൾ ആരോഗ്യ നിർദ്ദേശങ്ങളായി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ പ്രചരിപ്പിച്ചിട്ടുള്ള ശാസ്ത്രം. ജീവിത ആവശ്യങ്ങൾക്കായി പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള വിഭവങ്ങൾ ആർത്തി കൂടാതെ യുക്തിപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അവയുടെ നൈർമല്യം നഷ്ടമാകുമെന്നും ജീവജാലങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകാതെ വരുമെന്നും പണ്ടേ ആയുർവേദം മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാം ജീവിക്കുന്ന ഇടത്തിലെ മണ്ണ്, വായു, ജലം, കാലം, വെളിച്ചം, ശബ്ദം ഇവയുടെ ഗുണമേന്മയും പ്രത്യേകതകളും നമ്മുടെ ആരോഗ്യത്തിലും പ്രതിഫലിക്കുമെന്ന് ആയുർവേദം പറഞ്ഞു വെച്ചു. പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി ഇവകളുടെ ക്ഷേമം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. കാലവും ഭൂമിയും ജലവും വായുവും ദുഷിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ദുഷിച്ചാലുള്ള ലക്ഷണങ്ങളും ജീവജാലങ്ങൾക്കുമേൽ അവയെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളും വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രം മറ്റൊന്നില്ല. കൃത്യമായ പ്രതിരോധ തന്ത്രങ്ങളും പരിഹാര മാർഗങ്ങളും കൂടി നിർദ്ദേശിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യുക്തമായ ദിനചര്യ, കാലാനുസൃതമായ ഋതുചര്യ ഇവയൊക്കെ പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ആരോഗ്യരംഗത്ത് കാണുന്നതും കേൾക്കുന്നതുമായ പ്രതികൂല സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ ആരോഗ്യ മാർഗരേഖ തന്നെയാണ് ആയുർവേദ ശാസ്ത്രം. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യവും സസ്യങ്ങളുടെയും ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പണ്ടേ മനസ്സിലാക്കിയ ശാസ്ത്രം. സസ്യങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി വൃക്ഷായുർവേദം, മൃഗങ്ങളുടെ പരിപാലനത്തിനായി മൃഗായുർവേദം, ആനകൾക്ക് ഹസ്ത്യായുർവേദം ഇവയൊക്കെ ഏകാരോഗ്യമെന്ന നൂതന സങ്കല്പത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആയുർവേദ ശാസ്ത്രത്തിനുണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെയാണ് വെളിവാക്കുന്നത്. മണ്ണും വെള്ളവും വായുവും ശുചിയായി നിലനിർത്തുന്നതിനുള്ള ഉപായങ്ങൾ വിവരിച്ചിട്ടുള്ളതും പ്രകൃതിയുടെ ശ്വാസകോശമായ വനങ്ങളെയും പ്രകൃതിയുടെ അടുക്കളയായ സസ്യലതാദികളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രേരണ നൽകിയിട്ടുള്ളതും ആയുർവേദത്തിന്റെ മഹത്വമായി തന്നെ കരുതേണ്ടതുണ്ട്.
ദശകൂപ സമോ വാപി ദശവാപി സമോ ഹൃദ ദശഹൃദ സമപുത്രോ ദശപുത്ര സമോ ദ്രുമ എന്ന സുന്ദരമായ വിവരണം വൃക്ഷായുർവേദം തരുന്നുണ്ട്. 10 കിണർ ഒരു കുളത്തിന് സമം, 10 കുളത്തിന് സമം ഒരു തടാകം, 10 തടാകത്തിന് സമം ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് സമം ഒരു വൃക്ഷം എന്ന് സാരം. വൃക്ഷായുർവേദത്തിൽ സസ്യലതാദികളുടെ സംരക്ഷണവും വളർച്ചയും ഉറപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തുളസി, കൂവളം, അശോകം തുടങ്ങി പല ഔഷധികൾക്കും ദൈവിക മാഹാത്മ്യം കൽപ്പിച്ചു നൽകുകയും പുരാണകഥകളുമായി ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ദശപുഷ്പം ചൂടൽ, എട്ടങ്ങാടി, മുക്കുറ്റിച്ചാന്ത് തൊടൽ, തിരുവാതിര, തൃക്കാർത്തിക ദീപം, രാമായണ മാസം തുടങ്ങിയ ആചാര ആഘോഷങ്ങൾ വിരൽ ചൂണ്ടുന്നതും സസ്യസംരക്ഷണത്തിലേക്ക് തന്നെ. ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ആണ്ടറുതി അഥവാ ആടികളയൽ കർക്കടക മാസത്തിൽ അനുവർത്തിച്ചു പോരുന്നു. ശ്രീദേവി അകത്തും മൂദേവി പുറത്തും പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടിയുള്ള ഈ ആചാരവും നമ്മുടെ ശുചിത്വ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിത്യവും അടിച്ചുവാരി ചാണകവെള്ളം, മഞ്ഞൾ വെള്ളം തളിച്ച് സന്ധ്യാനേരം വാതിൽക്കൽ കനലിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുന്നതും നാം ഇരിക്കുന്നിടം ശുദ്ധിയാക്കി വെക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് കാണാം. ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചാൽ മാത്രമേ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും മനുഷ്യനും പരസ്പര വർത്തിത്വത്തോടെ ജീവിക്കാൻ കഴിയൂ എന്നതാണ് ഇത്തരത്തിൽ നിർബന്ധിത ആചാരങ്ങൾ കൊണ്ട് പൂർവികർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മല തുരക്കരുത്, പുഴ തടുക്കരുത്, കാവ് തീണ്ടരുത്, ജലാശയങ്ങളിൽ മൂത്രമൊഴിക്കരുത്, വഴിയിൽ തുപ്പരുത്, ഇവ അതിൽ ചിലത് മാത്രം. പ്രാണവായു ശുദ്ധീകരിക്കുന്നതിനുള്ള ധൂപന ഔഷധങ്ങൾ പുകയ്ക്കുന്നത് അണുനശീകരണത്തിനും വായുവിനെ ഗുണമേന്മയുള്ളതാക്കി നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. വയമ്പ്, വേപ്പില, എരിക്ക്, ഗുൽഗുലു, നാൻമുഖ പുല്ല്, ദേവതാരം, കടുക്, കൊട്ടം എന്നിവ അത്തരത്തിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ജലശുദ്ധീകരണത്തിനും അണുനശീകരണത്തിനും തേറ്റാമ്പരൽ, മുരിങ്ങാക്കുരു ഇവ ഉപയോഗിച്ചു പോന്നു. പ്രകൃതി വിഭവങ്ങൾ ദുഷിക്കുന്ന രീതിയിൽ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതായാൽ യഥാകാലം ഗുണമേന്മയുള്ള പ്രകൃതി വിഭവങ്ങൾ ലഭ്യമല്ലാതെ വരികയും സമൂഹത്തിൽ അനാരോഗ്യം പടരുകയും ചെയ്യും. പ്രപഞ്ചത്തെ ആദരിക്കുവാനും വേദനിപ്പിക്കാതിരിക്കുവാനും ആയുർവേദം അനുശാസിക്കുന്നു. നാം ഇന്ന് ചെയ്തു കൂട്ടുന്ന അനർത്ഥങ്ങളുടെ ഫലമായി ആഗോളതാപനവും ആഗോള ഇരുട്ടടയലും കാലം തെറ്റിയ പേമാരിയും പ്രളയവും മലവെള്ളപ്പാച്ചിലും വരൾച്ചയും അനുഭവപ്പെട്ടു തുടങ്ങി. പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ആയുർവേദത്തിന്റെ പങ്ക് നിസ്തുലമാണ്. പരിസ്ഥിതി നാശത്തിന് വഴിവെക്കുന്ന പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കി പരിസ്ഥിതിയുടെ സൗന്ദര്യവും തനിമയും നിലനിർത്തിക്കൊണ്ട് ഭാവി തലമുറയ്ക്ക് കൂടി വിഭവങ്ങൾ കരുതി വെക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. വർത്തമാനകാല ആവശ്യങ്ങൾ നിറവേറ്റുകയും ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവകാശം നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്ന സുസ്ഥിര വികസനമാണ് വരേണ്ടത്. അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ റിച്ചാർഡ് ലൂ 2005 കാട്ടിലെ അവസാനത്തെ കുട്ടി എന്നർത്ഥം വരുന്ന പുസ്തകത്തിൽ പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം പങ്കുവച്ചിട്ടുണ്ട്. നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ പരിമിതമായ സമയം മാത്രം തൻ്റെ ചുറ്റുപാടുമായി ഇടപെടുന്നത് മൂലമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളാണ് ഇതിലൂടെ വിവരിക്കുന്നത്. ഇത്തരം കുട്ടികൾ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് അകന്നു പോകുന്നു. മാതാപിതാക്കൾക്ക് അവരെ പ്രകൃതിയിലേക്ക് വിടുന്നതിനുള്ള ഭയം, കുട്ടികൾക്കിടപെടാനുള്ള സ്ഥലപരിമിതി, ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുള്ള അമിത ആസക്തി ഇവയാണ് കാരണമായി പറഞ്ഞിട്ടുള്ളത്. കാലങ്ങൾക്കിപ്പുറം അങ്ങിങ്ങായി കണ്ടു തുടങ്ങിയിട്ടുള്ള ഈ പ്രതിഭാസം നമ്മുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങാതിരിക്കട്ടെ എന്നും ഈ ആശയം സത്യമാകാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ വിശാലമായ ഭൂമുഖത്ത് നികുതി നൽകാതെ നാം അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ വറ്റാത്ത ഉറവയായി തുടരട്ടെ. കരുതി വയ്ക്കാം വരും തലമുറയ്ക്കായി. ഒപ്പമുണ്ട് ആയുർവേദം. ലോക പരിസ്ഥിതി ദിനാശംസകൾ. പരിസ്ഥിതി കരുതി വെക്കാം വരും തലമുറയ്ക്കായി ഒപ്പമുണ്ട് ആയുർവേദം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് വൈദ്യപഥത്തിലൂടെ സംസാരിച്ചത് കൽപ്പറ്റ റിലീഫ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ OV സുഷയായിരുന്നു.
ഭൂമി നമുക്ക് തന്ന വായുവും ജലവും മണ്ണും ശുദ്ധമായി നിലനിർത്തുക എന്നത് നമ്മുടെ അവകാശം മാത്രമല്ല, മറിച്ച് വരും തലമുറയോടുള്ള കടമയാണ്. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവുമാണ് വിഷലിപ്തമാകുന്നത്. പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും മനുഷ്യരാശിക്കുള്ള മുന്നറിയിപ്പുകളാണ്. പ്രകൃതി സംരക്ഷണം എന്നാൽ മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണം തന്നെയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ പരിസ്ഥിതി ദിനം പച്ചപ്പുള്ള സുരക്ഷിതമായ ഒരു നാളേക്കായുള്ള തുടക്കമാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ. ഇതോടെ ഇന്നത്തെ വൈദ്യപഥം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വൈദ്യപഥം, ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.